അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 10ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. അദർസുൽ ആഷിർ 10ാമത്തെ പാഠം നിസ്ഫുൽ ഈമാൻ. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ പാരഗ്രാഫ്. യാസിർ കുളിച്ച് വൃത്തിയായി വെള്ളവസ്ത്രം ധരിച്ചു, തലയിൽ തൊപ്പി വെച്ചു, സുഗന്ധം പൂശി. അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. വീടും ക്ലാസും പരിസരവും അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു. എല്ലാവർക്കും യാസിറിനെ ഇഷ്ടമാണ്. അടുത്ത പാരഗ്രാഫ്. ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവരാണ് സത്യവിശ്വാസികൾ. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിന് ശുദ്ധിയുണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. അടുത്ത പാരഗ്രാഫ്. യാസിറിനെ നോക്കൂ, എന്തൊരു വൃത്തി! എല്ലാവരും അവനെപ്പോലെയാകണം. പല്ല് തേക്കണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം. ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും ക്ലാസും പരിസരങ്ങളും ശുചീകരിക്കണം. എന്നാൽ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ പെടുത്തട്ടെ. ആമീൻ. നാം ഈ പാഠത്തിൽ വൃത്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലേ? ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. ഇതെല്ലാമാണ് നാം ഈ പാഠത്തിൽ പഠിച്ചത്. ഈ പാഠത്തിൻ്റെ അവസാനത്തിൽ നോക്കൂ, ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അതായത് അല്ലാഹു തആല വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈമാൻ സത്യവിശ്വാസം, മുഅ്മിൻ സത്യവിശ്വാസി, തുഹൂർ ശുദ്ധി, നിസ്ഫുൽ ഈമാൻ ഈമാനിൻ്റെ പകുതി, ഇത്ർ സുഗന്ധം, കിതാബ് പുസ്തകം, അബ്ദുള്ള അള്ളാഹുവിൻ്റെ അടിമ. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നഖ്റഉ വനൻസഖ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് അതതുപോലെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതണം. സുഗന്ധം അതതുപോലെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതുക. സൂക്ഷിക്കുക. ധരിച്ചു, ശുദ്ധി, സൂക്ഷിക്കുക. വൃത്തി, പരിസരം, സത്യവിശ്വാസി, ശുചിത്വം, അഴുക്ക്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നമ്മൾ പൂരിപ്പിക്കാനുള്ളതാണ്. പഠനോപകരണങ്ങൾ. പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നാം ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു, പുസ്തകം. ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. നാം എന്തെല്ലാം പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കും? പേന, പെൻസിൽ, സ്കെയിൽ, ബാഗ്, ബോക്സ്. ഇതെല്ലാം അതുപോലെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതുക. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നുജീബ്. 1. യാസിറിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. കാരണമെന്ത്? ഉത്തരം: യാസിർ കുളിച്ച് വൃത്തിയാവുന്നു, വെള്ളവസ്ത്രം ധരിക്കുന്നു, തലയിൽ തൊപ്പി വയ്ക്കുന്നു, സുഗന്ധം പൂശുന്നു, അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിരിക്കുന്നു, വീടും ക്ലാസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു. അതുകൊണ്ട് അവനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. 2. വൃത്തിയുള്ളവരാവാൻ നാം എന്തെല്ലാം ചെയ്യണം? ഉത്തരം: പല്ല് തേക്കണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം, ശരീരവും വസ്ത്രവും മലിനമാക്കരുത്,
ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും ക്ലാസും പരിസരങ്ങളും ശുചീകരിക്കണം. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. വൃത്തി ഡാഷിന്റെ പകുതിയാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഈമാനിന്റെ. വൃത്തി ഈമാനിന്റെ പകുതിയാണ്. 2. വൃത്തിയുള്ളവരെ ഡാഷ് ഇഷ്ടപ്പെടുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. വൃത്തിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. 3. നിസ്കാരം ശരിയാവാൻ ഡാഷ് വേണം. അവിടെ പൂരിപ്പിക്കേണ്ടത് വൃത്തിയും ശുദ്ധിയും. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. 4. പുസ്തകങ്ങൾ ഡാഷ് ആകാതെ സൂക്ഷിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് അഴുക്ക്. പുസ്തകങ്ങൾ അഴുക്കാകാതെ സൂക്ഷിക്കണം. 5. നഖവും ഡാഷ് കൃത്യമായി മുറിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് മുടിയും. നഖവും മുടിയും കൃത്യമായി മുറിക്കണം. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം നുൻഷ ഉൽ കലിമ. ഇവിടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്നത് പോലെ വാക്കുകൾ നിർമ്മിക്കണം. ഒന്നാമത്തത് ഗ. ഗ എന്ന് വരുന്നത് പോലെ ഒരു വാക്ക് നഖം. അടുത്തത് ഗ ഗദ. അടുത്തത് ക കരടി. അടുത്തത് ത്ര പാത്രം വസ്ത്രം. ഏത് വേണമെങ്കിലും എഴുതാം. അന്തൻ. ഷ്ട ഇഷ്ടം. സ്ത പുസ്തകം. തദ്രീബാത്തിൽ ഏഴാമത്തെ പ്രവർത്തനം നമ്മൾ പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ അക്ഷരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഡാഷും മുറിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഗ. നഖം മുറിക്കണം. അടുത്തത് കുളിച്ചുവ് ഡാഷ് തിയായി. അവിടെ പൂരിപ്പിക്കേണ്ടത് കുളിച്ച് വൃത്തിയായി. അടുത്തത് സത്യവി ഡാഷ് സികൾ. അവിടെ പൂരിപ്പിക്കേണ്ടത് ശ്വ. സത്യവിശ്വാസികൾ. അടുത്തത് സുഗൻ ഡാഷ് പൂഷി. അവിടെ പൂരിപ്പിക്കേണ്ടത് സുഗന്ധം പൂഷി. അടുത്തത് ഇഷ് ഡാഷ് പെടുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇഷ്ടപ്പെടുന്നു. തദ്രീബാത്തിൽ എട്ടാമത്തെ പ്രവർത്തനം നുൻഷി ഉൽ ജുമല കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ വാക്യം നിർമ്മിക്കണം. ബോക്സിൽ ഏതാനും പദങ്ങൾ കൊടുത്തിരിക്കുന്നു. അബ്ദുള്ള, ബാഗ്, വൃത്തിയാക്കി, പൂഷി, യാസിർ, മുഹമ്മദ്, പൊതിഞ്ഞു, എടുത്തു, ആയിഷ, വാങ്ങി, നഖം, പുസ്തകം, കുളിച്ചു, സുഗന്ധം, മുറിച്ചു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം നോക്കൂ. അബ്ദുള്ള ബാഗ് എടുത്തു. ഇതുപോലെ ഈ ബോക്സിൽ നിന്ന് ഏതാനും പദങ്ങൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കണം. അപ്പൊ നോക്കൂ. അബ്ദുള്ള കുളിച്ചു. മുഹമ്മദ് പുസ്തകം വാങ്ങി. മുഹമ്മദ് ബാഗ് വൃത്തിയാക്കി. ആയിഷ നഖം മുറിച്ചു. ആയിഷ സുഗന്ധം വാങ്ങി. യാസിർ സുഗന്ധം പൂശി. യാസിർ പുസ്തകം പൊതിഞ്ഞു. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ ഒമ്പതാമത്തെ പ്രവർത്തനം നക്തബ് മുസക്കിറ. എന്റെ ദിനചര്യ എന്നതിനെ കുറിച്ച് പാരഗ്രാഫ് തയ്യാറാക്കണം. ഞാൻ നേരത്തെ ഉണരും എന്ന് കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. ഞാൻ നേരത്തെ ഉണരും. പല്ല് തേക്കും. കുളിക്കും. വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. സുഗന്ധം പൂശും. ഭക്ഷണം കഴിക്കും. മദ്രസയിൽ പോകും. 5 നേരം നിസ്കരിക്കും. ഖുർആൻ ഓതും. സ്കൂളിൽ പോകും. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങും. വീട് വൃത്തിയാക്കും. ചെടികൾക്ക് വെള്ളമൊഴിക്കും. പഠിക്കും. ബാഗ് വൃത്തിയാക്കും. പുസ്തകങ്ങൾ അടുക്കി വയ്ക്കും. വീടും പരിസരവും അടിച്ചുവാരും. രാത്രിയായാൽ ഇഷാ നിസ്കരിച്ച് ഭക്ഷണം കഴിക്കും. കൈക്കാലുകൾ വൃത്തിയാക്കി വുളൂ ചെയ്ത് ഉറങ്ങാൻ പോകും. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.